സൗദിക്ക് നേരെ ഇറാന്റെ വൻ ഡ്രോണാക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ടെന്നുള്ള വാർത്തകൾ കൂടി ഈ സമയത്ത് ലഭ്യമാകുന്നുണ്ട്. കിഴക്കൻ മേഖല ലക്ഷ്യമിട്ടെത്തിയ 59 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ ചേരുന്നത്. ജലീൽ, ഗുഡ് മോർണിംഗ്. ഒരു പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് പുലരുമ്പോഴും അവിടെ ആക്രമണ ശ്രമങ്ങളുടെ വാർത്തയാണ് വരുന്നത്. സുരക്ഷിതമായി ഈ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു അല്ലേ? ഗോകുൽ, അമൃത, ഗുഡ് മോർണിംഗ്. സൗദിക്ക് നേരെയുള്ള ആക്രമണം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ താവളങ്ങളും എണ്ണ പ്ലാന്റുകളും ഒക്കെ ലക്ഷ്യമിട്ട് നിരവധി ഡ്രോണുകളും മിസൈലുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 99% പ്രതിരോധ സേന തകർക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിൽ വലിയൊരു ഡ്രോൺ ആക്രമണ നീക്കമാണ് കഴിഞ്ഞ രാത്രിയിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയ വക്താവ് നൽകുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ രാത്രി 59 ഡ്രോണുകളാണ് സൗദി പ്രതിരോധ സേന വെടിവെച്ച് ഇട്ടത്. ശ്രദ്ധേയമായ കാര്യം, ആക്രമണത്തിനെത്തിയ ഡ്രോണുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ്. തുടക്കത്തിൽ 1-2 ഡ്രോണുകൾ മാത്രമാണ് ഇന്നലെ രാത്രി കണ്ടതെങ്കിൽ ഏറ്റവും ഒടുവിൽ 10-12 ഡ്രോണുകൾ ഒരേ സമയം അയച്ചുകൊണ്ടുള്ള വലിയൊരു നീക്കമാണ് നടന്നത്. എന്നാൽ ഈ ഡ്രോണുകളെല്ലാം തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാൻ പ്രതിരോധ സേനയ്ക്ക് സാധിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾക്കും ഭീഷണിയാവുന്ന രീതിയിലാണ് ഈ ഡ്രോണുകൾ എത്തിയത്. നിലവിൽ മേഖലയിൽ സുരക്ഷാ പരിശോധനകളും നിരീക്ഷണങ്ങളും ഒക്കെ ശക്തമാക്കിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ പ്രതിരോധ മന്ത്രാലയം സജ്ജമാണ് എന്ന സന്ദേശമാണ് അധികൃതർ നൽകുന്നത്. അതേസമയം സൗദി തലസ്ഥാനമായ റിയാദിൽ നിന്ന് വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. മേഖലയിൽ തുടർന്ന സംഘർഷങ്ങൾക്കിടയിൽ ഒരു ഇന്ത്യൻ പൗരന് ജീവൻ നഷ്ടമായി എന്നത് ഇന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു. സൗദിക്ക് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഇതാദ്യമായാണ് സൗദിയുടെ മണ്ണിൽ ഇത്തരം ഒരു ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ മാർച്ച് 18-നായിരുന്നു റിയാദിനെ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം ഉണ്ടായതും ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതും. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.